നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മറ്റന്നാൾ ഫ്രാൻസിനെതിരെയുള്ള വമ്പൻ പോരാട്ടത്തിനായിട്ടുള്ള ഒരുക്കത്തിലാണ് ബ്രസീൽ ഇപ്പോഴുള്ളത്. ബ്രസീൽ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, വിദേശ താരങ്ങളിൽ ആരെയെങ്കിലും ബ്രസീൽ ടീമിലേക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന താരം ആരാണ്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഫെഡെ വാൽവർദയുടെ ഒരു മിന്നും പ്രകടനം റയൽ മാഡ്രിഡിന് വേണ്ടി നടത്തിയപ്പോൾ ആഞ്ചലോട്ടിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഫെഡെ, നീ ബ്രസീലുകാരനല്ല, നിനക്ക് ബ്രസീലിയൻ പാസ്പോർട്ട് ഇല്ല എന്നുള്ളതൊരു ഷെയ്ബാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഫെഡയെ ബ്രസീലുകാരനായി കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ ചോദ്യം നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇഫ് യു കുഡ് കോൾ അപ്പ് എനി ഫോറിൻ പ്ലെയർ ഹൂ വുഡ് ഇറ്റ് ബി എന്ന്. നിങ്ങൾക്കൊരു വിദേശ താരത്തെ ബ്രസീലിയൻ ടീമിലേക്ക് വിളിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ആരെയായിരിക്കും? അദ്ദേഹത്തിൻ്റെ മറുപടി, ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഉള്ളറിഞ്ഞ കാർലോ ആഞ്ചലോട്ടി എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന ഒരു മറുപടി അദ്ദേഹം പറയുന്നു, ഐ ഡോണ്ട് നീഡ് ഫോറിനേഴ്സ്. എനിക്കൊരു വിദേശ താരത്തെയും വേണ്ട. ഇവിടെയുള്ള ബ്രസീലിലുള്ള താരങ്ങളിൽ ഞാൻ ഹാപ്പിയാണ്. ബ്രസീലിന് പുറത്തു നിന്ന് ഒരു താരത്തെയും ആവശ്യമില്ല. ടാലൻറ്റഡ് ആയിട്ടുള്ള താരങ്ങൾ ഇവിടെയുണ്ട്. വി ഡോണ്ട് നീഡ് എനി വൺ എന്ന് കൃത്യമായിട്ട് ആഞ്ചലോട്ടി പറയുന്നു. ബ്രസീൽ ടീം ഇപ്പോൾ ലാക്ക് ചെയ്യുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇതിന് മുമ്പ് ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കാര്യമാണ്. അതെന്താ? ഫുൾ ബാക്സ് ആണ്. ബ്രസീലിന് മാർസലോ, കാഫു ഇങ്ങനെയുള്ള കിടിലൻ ഫുൾ ബാക്കുമാരുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ അതിൽ ഒരു ഷോർട്ടേജ് ഉണ്ട് എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. അത് കൃത്യമായൊരു നിരീക്ഷണമാണ്. നീ ഓർമ്മയിലെ കഫുവും റോബർട്ടോ കാർലോസും കൂടി ഇടതുപാർശ്വവും വലതുപാർശ്വവും അടക്കി ഭരിച്ചിരുന്ന ഒരു കാലം. മാർസലോയും അതുപോലെ തന്നെ ഡാനി ആൽവസും ഒരുമിച്ച് മികച്ച പ്രകടനം നടത്തിയിരുന്ന കാലം. ആ കാലമൊക്കെ പോയി പറഞ്ഞു. ഇപ്പോൾ അതുപോലെ അതേ നിലവാരമുള്ള ഫുൾ ബാക്കുമാരില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ആഞ്ചലോട്ടി കൃത്യമായി നിരീക്ഷിച്ച് പറയുന്നു. അതിന് അദ്ദേഹം എന്ത് പരിഹാരം കാണുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.